കേരളം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സർവീസ് ഇൻഡസ്ട്രിക്ക് പരുവപ്പെട്ട് നിൽക്കുന്ന സ്ഥലമാണെന്ന് കാണുന്നതിനകത്തും നമ്മുടെ ഈ ഇൻഫ്രാസ്ട്രക്ചർ ഇത്രയധികം വികസിച്ച് നിൽക്കുന്നതിനകത്ത് ഒരു നിഷ് ഏരിയ ആയിട്ട് ഈ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ മുഴുവൻ മാറ്റുക എന്നുള്ളതാണ് അവർ കാണുന്നത്. ഇത് ഞാൻ ഈ കസ്റ്റമേഴ്സ് പോലും കേരളത്തിലെ കസ്റ്റമേഴ്സിനെ പോലും ആയിരിക്കത്തില്ല അവർ കാണുന്നത്. കേരളത്തിലെ ഇൻഫ്രാസ്ട്രക്ചർ കൊണ്ട് കിട്ടിയിരിക്കുന്ന ഇവിടുത്തെ മെഡിക്കൽ കോളേജിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഡോക്ടർമാരെ തന്നെ ഉപയോഗിച്ചുകൊണ്ട് അവരെ അതുകൊണ്ട് ഇത്രയും രോഗവും കാര്യങ്ങളും അറിയുന്നവരായി മാറണമെന്നുണ്ടെങ്കിൽ അതൊക്കെ അവിടെ ഉണ്ടാകേണ്ടതുണ്ട്. അതുകൊണ്ട് ഇത്രയും വലിയ മെഡിക്കൽ കോളേജുകളിനകത്തുനിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ക്രീമി ആയിട്ടുള്ള ആൾക്കാരെ എടുത്തിട്ട് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരികയും ലോകവ്യാപകമായിട്ടുള്ള ചികിത്സയ്ക്ക് അവരെ അവിടോട്ട് ആളുകളെ കൊണ്ടുവരികയും ചെയ്യുന്നതായിരിക്കും ഈ എന്താണ് ബ്ലാക്ക് റോക്ക് അല്ലല്ലോ ബ്ലാക്ക് സ്റ്റോൺ. ബ്ലാക്ക് റോക്കാണ് ലോകത്തെ അതിനകത്ത് വല്ല വിഭാഗമായിരിക്കും വരും. അത് വളരെ ബോധപൂർവം നടത്തുന്ന കാര്യമാണ്. ഇവരുടെ ഈ മേൽത്തട്ടിലുള്ള ഈ രാഷ്ട്രീയ പാർട്ടിക്കാരുടെ പൊതുവായ എല്ലാ സാധനത്തിനെയും നിർണ്ണയിക്കുക തന്നെ ചെയ്യും. ഒരു സംശയം വേണ്ട. മോദിയൊക്കെ ഇരുന്നിടത്ത് തീരുമാനം എടുത്ത് അദാനി അംബാനിയും കൊണ്ടുപോകുന്ന പോലെ തന്നെയാണത്. നമുക്കിവിടെ ഇപ്പം വിദ്യാഭ്യാസവും ആരോഗ്യവും നമ്മുടെ എൻവയോൺമെൻ്റൽ ആയിട്ടുള്ള കാര്യങ്ങളും എല്ലാം സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന ഒരു സമൂഹമാണ്. പഠിക്കുന്നവർ ആരും അറിയുന്ന പോലുമില്ല. അവർ വലിയ ചിലവുള്ള ഒരു സ്ഥലത്തൂടെയാണ് പഠിച്ച് ഒരു എഞ്ചിനീയർ ആകുന്നുണ്ടോ. ഡോക്ടർമാർക്കൊക്കെ കാശ് കൊടുക്കുന്ന പറഞ്ഞാൽ പ്രൈവറ്റ് മേഖലയിൽ പോയിട്ട് കൊടുക്കുന്ന ക്യാപിറ്റേഷൻ ഫീയെ പറ്റി അവർ പറയുന്നത്. അമേരിക്കയിലൊക്കെ നമുക്ക് ആലോചിക്കാൻ പറ്റത്തില്ല ഒരാളെ യൂണിവേഴ്സിറ്റി വിടാൻ. മക്കൾ ഇൻഷുറൻസ് എടുത്ത് ആണ് പഠിക്കുന്നത്. അല്ലാതെ സ്വന്തമായിട്ട് അമ്മയ്ക്കും അച്ഛനും പഠിപ്പിക്കാൻ പറ്റാത്തത്രയും വലിയ പൈസയാണ്. അതാണ് നമ്മളിവിടെ ഒരു പാടുമില്ലാതെ പഠിച്ചു പോകുന്നത്. ഈ ഒരു എന്ന് പറയേണ്ട മനുഷ്യരെ സംരക്ഷിച്ച് അവരുടെ ജീവിത നിലവാരം ഉയർത്തുന്ന ലോകവീക്ഷണത്തിന് വിരുദ്ധമായിട്ടുണ്ടാകുന്ന സാധനങ്ങളാണ് ആ മേഖല മുഴുവൻ. അവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ഉണ്ടാക്കുന്നത്. ഇൻഷുറൻസ് എന്ന് പറയുന്ന എക്സ്പ്ലോയിറ്റേഷൻ്റെ പരമാവധിയായിട്ട് മാറും. അപ്പോൾ അമേരിക്കയിൽ പോയിട്ട് നമ്മൾ എത്ര ഇൻഷുറൻസ് ഉണ്ടായാലും നമുക്കത് ഉപയോഗിക്കപ്പെടാൻ പോലും അത് ഉപയോഗിക്കാൻ തന്നെ നമുക്ക് കഴിയത്തില്ല. നമ്മൾ അതിനുള്ള യോഗ്യരല്ലെന്ന് പറയുന്ന തരത്തിലുള്ള സാധനങ്ങൾ അവർ ചെയ്യും. അവിടെ ചികിത്സ കിട്ടണമെങ്കിൽ എമർജൻസി ഇതിനകത്ത് പോകണം. അല്ലാതെ നമുക്ക് ചികിത്സ കിട്ടത്തില്ല. 1 മാസം 2 മാസമൊക്കെ കഴിഞ്ഞിട്ടാണ് വിരലൊന്ന് ചതഞ്ഞാൽ അതിനൊരു മരുന്ന് വെച്ച് കെട്ടാനായിട്ട് 1 മാസം കഴിഞ്ഞിട്ട് ഡേറ്റ് കിട്ടിയിട്ട് എന്താ കാര്യം? നമുക്ക് അത്ഭുതം തോന്നിപ്പോവും. അപ്പോൾ നമ്മൾ എമർജൻസി പോകും. എമർജൻസി പോയാൽ അവിടെ ഒരു പ്രോട്ടോക്കോളുണ്ട്. ആ പ്രോട്ടോക്കോൾ അനുസരിച്ചിട്ടുള്ള ബില്ലേ വരുള്ളൂ. അത് ഒരു 3000 അവിടെ അമേരിക്കയിലാണെങ്കിൽ ഒരു $3000 തൊട്ട് $5000 വരും. അതിങ്ങ് വരികയാണ്. അത് വന്നു കഴിഞ്ഞാൽ ഇൻഷുറൻസിനകത്ത് അപ്പോൾ ഇവൻ്റെ ഈ ഇൻഷുറൻസിൻ്റെ പ്രീമിയം ഇവൻ ജീവിതകാലം മുഴുവൻ അടച്ച് ചാകുക എന്നുള്ളതാണ്. അമേരിക്കയിലെ റോഡിൽ കിടക്കുന്ന മുഴുവൻ ആൾക്കാരും ഈ ഒരു ഹാർട്ട് അറ്റാക്ക് വന്നിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു അസുഖം വന്നിട്ട് ആശുപത്രി പോയവരാണ് ഇരിക്കുന്നവർ മുഴുവൻ. അവിടുത്തെ മിഡിൽ ക്ലാസ് ആണ് അവിടെ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയും നല്ല ടെൻറ്റും ഒക്കെ ആയിട്ട് അതിനകത്ത് നോക്കിയാൽ ടെലിവിഷനും ഒക്കെ ആയിട്ട് ആൾക്കാരിരിക്കുന്നത്. വീട് അഫോർഡ് ചെയ്യാൻ പറ്റാതായി. നമ്മളിതാ മനസ്സിലാക്കണ്ടേ. ഇവിടെ ഇപ്പം ആളുകൾ റോഡിൽ നിന്ന് എല്ലാവരും പെരയ്ക്കകത്തേക്ക് പോയിരിക്കുന്ന ഒരു സമൂഹമാണ് നമ്മൾ. അവിടെ പെരയ്ക്കകത്തുനിന്ന് റോഡിലേക്ക് വന്നിട്ടിരിക്കുന്ന സമൂഹം ഉണ്ടാക്കിയത് അവിടുത്തെ ഇൻഷുറൻസ് സാധനങ്ങളാണ്. അതുകൊണ്ട് അത് വളരെ ശ്രദ്ധിച്ച് നമ്മൾ കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. അത്തരത്തിലുള്ള പെനിട്രേഷൻ അനുവദിക്കാതെ അത് സ്പെഷ്യൽ എക്കണോമിക് സോൺ എന്ന് പറയുന്ന പോലെ ചൈനക്കാർ ചെയ്ത പോലെ ഇതിനെ വല്ലതും ഒരു എൻക്ലോസ്ഡ് സാധനത്തിനകത്താക്കി. കാരണം ജനാധിപത്യം കൊണ്ട് നമ്മൾ പലതും ചെയ്യാൻ ബാധ്യത വരും. അപ്പോൾ ഒരു എൻക്ലോസ് സോണിനകത്ത് ഒരു ആശുപത്രി ആക്കി കൊടുക്കുകയൊക്കെ ചെയ്യുക. അങ്ങനെ പറ്റുള്ളൂ. അതുകൊണ്ട് അമേരിക്കയിലെ ആശുപത്രി തന്നെ ഇവിടെ കിട്ടും എന്ന് പറഞ്ഞാൽ ഇനിയും നമ്മുടെ PM പോകേണ്ടി വരത്തില്ല. അത് ഇവിടെ തന്നെ കിട്ടും. അല്ലാതെ നമുക്കത് പരിഹരിക്കാൻ പറ്റത്തില്ല. കാരണം ഇപ്പം ഒരേ സമയത്ത് ഈ വലിയ മൂലധനം വന്ന് നമ്മളെ വാങ്ങിപ്പോവും. അതിൽ ആർക്കാ റെസിസ്റ്റ് ചെയ്യാൻ പറ്റും? ഇയാളുടെ വീടിന് ഇയാൾ വെച്ചിരിക്കുന്നത് 50 ലക്ഷം രൂപയ്ക്കാണ് വെച്ചിരിക്കുന്നതെങ്കിൽ അത് 2 കോടിക്ക് മേടിക്കാൻ വരുവാണെങ്കിൽ ഇയാൾ കൊടുത്തു പോകൂ. എങ്ങനെയാണ് അത് റെസിസ്റ്റ് ചെയ്യുന്നത്? നമ്മൾ രാത്രി കിടന്ന് കുറേ നേരം ആലോചിച്ചിട്ട് 1.5 കോടി അധികം കിട്ടാൻ പോവുകയാണെന്ന് മനസ്സിലാകുമ്പോൾ നമ്മളങ്ങ് കൊടുത്തു പോകും.
ഇങ്ങനെയായിരുന്നു ഈ നാട്ടിലുള്ള ഈ ഭൂമി മുഴുവൻ വാങ്ങപ്പെട്ടു പോയതും അങ്ങനെയാണ്. മോഹവില പറയുമ്പോൾ അത് കൊടുത്ത് മേടിച്ച് കളയും. നമ്മൾ ഈ കാണുന്ന പണമെന്ന് പറയുന്നത് ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് $1 വന്നാൽ അത് $100 മാറിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്തായിട്ടുണ്ട്. ഇപ്പം $20 ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ നാട്ടിൽ ഏത് 5 സ്റ്റാർ ഹോട്ടലിൽ കയറാൻ പറ്റും. 2 മണിക്കൂർ നേരം ജോലി ചെയ്യുന്ന അത് കിട്ടും. അല്ലെങ്കിൽ ശരീരം കൊണ്ട് മാത്രം, വേറെ ബുദ്ധിയൊന്നും ഉപയോഗിക്കാതെ ശരീരം കൊണ്ട് ജോലി ചെയ്യുന്നതിന് $12 ഒരു മണിക്കൂറിന് കിട്ടുന്നത്. അവിടുന്ന് വണ്ടി കയറി ഇവിടോട്ട് വരുന്നതിന് പ്ലെയിൻ ടിക്കറ്റിന് വളരെ ചിലവ് കുറഞ്ഞ പ്ലെയിൻ ടിക്കറ്റ് ഉണ്ട്. അത് കയറി ഇവിടെ വന്നു കഴിഞ്ഞാൽ രാജാവിനെ പോലെ എന്ന് പറയുന്ന പോലെയാണ് ആൾക്കാർ ജീവിക്കുന്നത്. അതുകൊണ്ടാണ് ഈ യൂറോപ്പിലൊക്കെ ഉള്ള ആൾക്കാർ മുഴുവനും വരാൻ പറ്റും. നമ്മളിവിടെ ഉണ്ടാക്കിയിരിക്കുന്ന ഈ സൗകര്യങ്ങൾ മുഴുവനും ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നിടത്തേക്ക് വന്നിരിക്കുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് ഈ ബ്ലാക്ക് സ്റ്റോണൊക്കെ ഉണ്ടാക്കുന്ന ഇവർ നിയമങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഇവിടുത്തെ ഗവൺമെൻറ്. നമുക്കിതെല്ലാം കൂടെ തടയാനൊന്നും ഒക്കത്തില്ല. അത് കാരണം ഇൻ്റർനാഷണൽ നിയമങ്ങളും കാര്യങ്ങളും കൊണ്ട് ട്രേഡ് റിലേറ്റഡ് ആയിട്ട് തന്നെ നമുക്ക് പലതും ചെയ്യാൻ ബാധ്യത വരും. അതൊക്കെ നമ്മൾ അങ്ങനെ തന്നെ മനസ്സിലാക്കണം. നമ്മൾ കുരുമുളക് ഉണ്ടാക്കുന്നവരായാലും ശരി, ട്രേഡ് റിലേഷനകത്ത് നമ്മൾ കുരുമുളക് വാങ്ങാൻ ബാധ്യത വരും. റബ്ബർ കൊടുക്കുന്നവരാണെങ്കിലും ശരി, റബ്ബർ വാങ്ങാൻ ബാധ്യത വരും. അത് ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളാണ്. അതുപോലുള്ള ചില കാര്യങ്ങളിനകത്ത് ഇൻ്റർനാഷണൽ നിയമപ്രകാരം നമ്മൾ ചെയ്യാൻ ബാധ്യതയൊക്കെ വരും. അതൊന്നും ഒഴിവാക്കാനൊന്നും ഒക്കത്തില്ല. അതൊരു ഇൻ്റഗ്രേഷൻ്റെ സ്ഥലവും കൂടെയാണ്. എല്ലാ രാജ്യത്തുള്ള ആളുകൾ എല്ലായിടവും എത്തുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സും കൂടെ ഉണ്ട്. പക്ഷേ അൺഡ്യൂ ആയിട്ടുള്ള എബിലിറ്റി ഉള്ളവരായിട്ട് നമ്മൾ മാറും. ഇപ്പം നമ്മൾ ശ്രീലങ്കയിലോട്ട് പോയാൽ നമ്മുടെ രൂപയ്ക്ക് വില കൂടുതലാണ്. ഇന്തോനേഷ്യയിൽ പോയാൽ വില കൂടുതലാണ്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സ്ഥലം പോലെയാണ് യൂറോപ്പിലുള്ളവരോ അല്ലെന്നുണ്ടെങ്കിൽ അമേരിക്കയിലുള്ളവരുടെ ധനം മറ്റുള്ള സ്ഥലങ്ങളിൽ വളരെയധികം പണമുള്ളവരായിട്ട് അവരങ്ങ് മാറും. അപ്പോൾ അവിടുത്തെ സാധാരണക്കാരാണ് ഇവിടുത്തെ പണക്കാരായിട്ട് മാറുന്നത്. ഈ ഒരു പ്രോസസ്സുണ്ട്. അതൊന്നും നമ്മൾ ഈ എന്തെങ്കിലും കൊണ്ട് തടയാനൊക്കുന്ന സ്ഥലങ്ങളൊന്നുമല്ല. അതിന് ഈ പറഞ്ഞ ഞാൻ കണ്ടതിൽ ഏറ്റവും വലിയ സാധനമാണ് സ്പെഷ്യൽ എക്കണോമിക് സോൺ എന്ന് പറഞ്ഞിട്ട് ചൈനക്കാരനുണ്ടാക്കിയ ആ രീതിക്കകത്ത്. അപ്പോൾ അവർക്ക് കണ്ടെയ്ൻ ചെയ്യാൻ പറ്റും. അതുപോലുള്ള പല നിയമങ്ങളൊക്കെ ഉണ്ടാക്കി ഈ ബ്ലാക്ക് സ്റ്റോൺ ഇവിടുത്തെ ആശുപത്രികളൊക്കെ വാങ്ങി മാറ്റി അവിടെ പോകണമെന്നുണ്ടെങ്കിൽ ഇന്ന തരത്തിലുള്ള ടാക്സ് ഇപ്പുറത്ത് കൊടുത്താലേ അവിടെ പോകാൻ ഒക്കത്തുള്ളൂ എന്നൊക്കെ വല്ലതും ഉണ്ടാക്കുകയൊക്കെ ചെയ്ത് അത് അങ്ങനെ കണ്ടെയ്ൻ ചെയ്യാൻ തടയാൻ പറ്റത്തില്ല. കണ്ടെയ്ൻ ചെയ്യാൻ പറ്റുന്ന നിലവാരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതൊക്കെ അല്ലാതെ നമ്മൾ ഈ വിചാരിക്കുന്ന ഈ ഇൻഷുറൻസ് എന്ന് പറഞ്ഞ സാധനം എന്ന് പറയുന്നതാണ് ഭാവി വിറ്റ് ജീവിക്കുന്ന സ്ഥലമാണ്. അത് രക്ഷയൊന്നുമില്ല, വിറ്റുപോകും. അതിനകത്ത് വിദ്യാഭ്യാസത്തിൻ്റെ മേഖലയായാലും ശരി, ഹെൽത്തിൻ്റെ മേഖലയായാലും ശരി, ഈ 2 സ്ഥലത്താണ് ഈ ഇൻഷുറൻസ് സാധനം നിൽക്കുന്നത്. അത് ഭാവി വിറ്റ് പോകുന്ന സ്ഥലമാണ്. ബോണ്ടഡ് ലേബറിൽ എത്തിച്ചേരുന്നത് പോലെയാണ്. അതുകൊണ്ട് അത് ഗവൺമെൻറ് നേരിട്ട് ഇടപെട്ട് അതിന് എന്താണ് സാധ്യതകളുള്ളത്, ഗവൺമെൻറ്റിൻ്റെ ഇൻഷുറൻസുകൾ കാര്യങ്ങളൊക്കെ യഥാർത്ഥത്തിലുള്ള ഇൻഷുറൻസ് അത് ഫ്ലൂയിഡായിട്ട് കിട്ടാൻ പറ്റുന്ന നിലവാരത്തിലുള്ള അതൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് ചെറുക്കാൻ പറ്റുമെന്നുള്ളതല്ലാതെ ഇതിനെല്ലാം കൂടെ നമുക്ക് ബ്ലോക്ക് ചെയ്യാനൊന്നും നമുക്ക് കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു.